HS Radio. ശിവഗിരി HS Radio. സാസദസനിധ പനിധ മഗ മഗരിസ. സാസദസനിധ പനിധ മഗ മഗരിസ. ശിവഗിരി HS Radio. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് നേഹ സനിൽകുമാർ, അനഖാറാം, അവിനാഷസ്. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ. ആരുടെയും ദർശനം നിഷേധിക്കില്ല കെ ജയകുമാർ. ട്രെയിനിലെ അതിക്രമം, അർച്ചനയെ രക്ഷിച്ച ചുവന്ന ഷട്ടുകാരനെ കണ്ടെത്തി. പുത്തൂരിൽ 10 മാനുകൾക്കും നായ്ക്കളുടെ കടിയേറ്റ് തൃശൂർ. പുണ്യനുമായി ചർച്ച നടത്തി ജയശങ്കർ. ശിവഗിരിയിലേക്ക് ഉൽപ്പന്നങ്ങൾ സമർപ്പിക്കാം. സംസ്ഥാന വോളി കോട്ടയം പാലക്കാട് സെമി. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ വിശദമായി. ആരുടെയും ദർശനം നിഷേധിക്കില്ല കെ ജയകുമാർ. ശബരിമലയിലെ തിരക്കുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങളെ മാനിക്കുന്നതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. 6 മാസം മുൻപ് തന്നെ മുന്നൊരുക്കങ്ങൾ ആരംഭിക്കേണ്ടതായിരുന്നു. കുറച്ച് ക്രമീകരണങ്ങൾ തുടങ്ങിയെങ്കിലും ഫലപ്രാപ്തിയിൽ എത്തിയില്ല. കഴിഞ്ഞ ബോർഡ് ഒഴിയുന്ന സമയം ആയതുകൊണ്ടാവാം ഇങ്ങനെ സംഭവിച്ചത്. ട്രെയിനിലെ അതിക്രമം, അർച്ചനയെ രക്ഷിച്ച ചുവന്ന ഷട്ടുകാരനെ കണ്ടെത്തി. വർക്കലയിൽ യുവതിയെ ട്രെയിനിൽ നിന്ന് തട്ടിയിട്ടയാളെ കീഴ്പ്പെടുത്തിയ വ്യക്തിയെ കണ്ടെത്തി പോലീസ്. കേസിലെ പ്രധാന സാക്ഷിയും രക്ഷകനുമായ ബീഹാർ സ്വദേശി ശങ്കർ പാസ്വാനെയാണ് കണ്ടെത്തിയത്. 19കാരിയായ ശ്രീകുട്ടിയെ ആക്രമിച്ച സുരേഷ് എന്നയാളെ കീഴടക്കിയതും ശ്രീകുട്ടിയുടെ കൂട്ടുകാരി അർച്ചനയെ പ്രതിയിൽ നിന്ന് രക്ഷിച്ചതും ഇതര സംസ്ഥാന തൊഴിലാളിയാണെന്ന് പോലീസ് പറയുന്നു. ഇദ്ദേഹത്തിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. പ്രതിയെ കീഴ്പ്പെടുത്തിയ ആളെ തിരഞ്ഞുകൊണ്ട് പോലീസ് പരസ്യം ചെയ്തിരുന്നു. ചുവന്ന ഷർട്ട് ധരിച്ചയാൾ എന്നുമാത്രമായിരുന്നു രക്ഷകനെ കുറിച്ച് പോലീസിനുണ്ടായിരുന്ന സൂചന. പ്രതിയായ സുരേഷ് ശ്രീകുട്ടിയെ തല്ലിയിട്ടതിനു ശേഷം അർച്ചനയെ കൂടി ആക്രമിക്കാനൊരുങ്ങുമ്പോൾ ചുവന്ന ഷർട്ട് ധരിച്ച ഒരു വ്യക്തി ഓടിയെത്തുകയും ഒറ്റ കൈകൊണ്ട് അർച്ചനയെ ട്രെയിനിലേക്ക് തിരികെ പിടിച്ചു കയറ്റുകയും ചെയ്യുന്നത് CCTVയിൽ പതിഞ്ഞിരുന്നു. തുടർന്ന് ഇദ്ദേഹം സുരേഷിനെ സാഹസികമായി കീഴ്പ്പെടുത്തുന്നതിനും CCTVയിൽ പതിഞ്ഞു. ഇതിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചതാണ് ബീഹാർ സ്വദേശിയായ പോലീസ് തിരിച്ചറിഞ്ഞത്. പുത്തൂരിൽ 10 മാനുകൾക്കും നായ്ക്കളുടെ കടിയേറ്റ് തൃശൂർ സുവോളജിക്കൽ പാർക്കിൽ 10 പുള്ളിമാനുകൾ ചത്ത സംഭവത്തിൽ അധികൃതർ നൽകിയ വിശദീകരണം തെറ്റെന്ന റിപ്പോർട്ട്. 3 മാനുകൾക്ക് മാത്രമാണ് നായ്ക്കളുടെ കടിയേറ്റതെന്നായിരുന്നു വിശദീകരണം. മറ്റുള്ളവ ഭയന്ന് ചത്തതാണെന്നും പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തുവന്ന മാസ്റ്റർ പ്രകാരം 10 മാനുകൾക്കും തെരുവുനായ്ക്കളുടെ കടിയേറ്റിട്ടുണ്ട്. നവംബർ 11-നാണ് 10 പെൺപുള്ളിമാനുകളെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. പുണ്യനുമായി ചർച്ച നടത്തി ജയശങ്കർ. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യൻ അംബാസഡർ വിനീത് കുമാർ, ജോയിന്റ് സെക്രട്ടറി മായങ്ക് സിംഗ് തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു. ഡിസംബർ ആദ്യവാരം നടക്കുന്ന ഇന്ത്യ-റഷ്യ ഉച്ചകോടിയുടെ മുന്നൊരുക്കങ്ങളുൾപ്പെടെ ഇരുവരും ചർച്ച ചെയ്തു. ശിവഗിരിയിലേക്ക് ഉൽപ്പന്നങ്ങൾ സമർപ്പിക്കാം. 93ാമത് ശിവഗിരി തീർത്ഥാടനത്തിന്റെ മുന്നോടിയായി ഗുരുപൂജ ഉൽപ്പന്നങ്ങൾ സമർപ്പണത്തിന് തുടക്കമായി. ഇടുക്കി ജില്ലയിൽ നിന്ന് ഭക്തർ കഴിഞ്ഞ ദിവസം സുഗന്ധവിളകൾ എത്തിച്ചു. വരും ദിനങ്ങളിൽ വാഹനങ്ങളും മറ്റുമായി കൂട്ടത്തോടെ ഭക്തർ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ എത്തിക്കും. ഗുരുധർമ്മ പ്രചരണ സഭയും മറ്റ് വിവിധ സംഘടനകളും ഭക്തരുടെ ഭവനങ്ങൾ സന്ദർശിച്ച് കാർഷിക വിളകൾ എത്തിക്കുക പതിവാണ്. തിട്ടേന എന്നോണം ഭക്തരുടെ വൻതോതിലുള്ള ശിവഗിരി സന്ദർശനം നടന്നു വരുന്നതിനാൽ സംഘടനകൾക്കും വിശ്വാസികൾക്കും നിലവിൽ ഉൽപ്പന്നങ്ങൾ എത്തിക്കുകയാണ്. ഗുരുപൂജ മന്ദിരത്തിന് സമീപം ഇവ ശേഖരിക്കാനുള്ള ക്രമീകരണം ചെയ്തിട്ടുണ്ട്. സംസ്ഥാന വോളി കോട്ടയം പാലക്കാട് സെമി. സംസ്ഥാന വോളിബോൾ ചാമ്പ്യൻഷിപ്പ് പുരുഷ വിഭാഗത്തിൽ കോട്ടയം, വനിതാ വിഭാഗത്തിൽ പാലക്കാട് സെമി ഫൈനലിൽ. പുരുഷ വിഭാഗം ക്വാർട്ടറിൽ ഇടുക്കിയെ 1-4 സെറ്റുകൾക്ക് കീഴടക്കി. തൃശൂരിനെയാണ് വനിതാ ക്വാർട്ടറിൽ പാലക്കാട് നേരിട്ടുള്ള സെറ്റുകളിൽ തകർത്തത്. VM വിനുവിന് തിരിച്ചടി, മത്സരിക്കാനാകില്ല. സംവിധായകൻ VM വിനുവിന് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാകില്ല.
കോഴിക്കോട് കോർപ്പറേഷൻ കല്ലായി ഡിവിഷനിലെ UDF സ്ഥാനാർത്ഥിയായിരുന്ന VM വിനുവിന്റെ ഹർജി കോടതി തള്ളി. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ ഓഫീസുകളിൽ വിജിലൻസ് പരിശോധന. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിന് ചുമതലയുള്ള റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസുകളിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളുടെ ചുമതലയുള്ള അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫീസുകളിലും വിജിലൻസിന്റെ മിന്നൽ പരിശോധന. ഹൈസ്കൂളുകളുടെ ചുമതലയുള്ള ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളിലും എയ്ഡഡ് സ്കൂളുകളിലും അധ്യാപക അനധ്യാപികരുടെ സർവീസ് സംബന്ധമായ വിഷയങ്ങളിൽ ക്രമക്കേടുകളും അഴിമതി നടക്കുമെന്ന വിവരത്തെ തുടർന്നാണ് പരിശോധന. തെക്കൻ കേരളത്തിൽ 3 ദിവസം കനത്ത മഴയ്ക്ക് സാധ്യത. തെക്കൻ കേരളത്തിൽ വെള്ളിയാഴ്ച മുതൽ 3 ദിവസം കനത്ത മഴയ്ക്ക് സാധ്യത. വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പാണ്. ശനിയാഴ്ച പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ കനത്ത മഴ പ്രതീക്ഷിക്കുന്നു. ബംഗാൾ ഉൾക്കടലിൽ ശനിയാഴ്ച രൂപപ്പെടുന്ന ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി മാറുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ശബരിമല തീർത്ഥാടകന്റെ 8 പവന്റെ സ്വർണ്ണമാല മോഷ്ടിച്ചു. ശബരിമല തീർത്ഥാടകന്റെ സ്വർണ്ണമാല മോഷ്ടിച്ചു. ശബരിമല ദർശനത്തിന് ശേഷം കോട്ടയകത്ത് എത്തി വാഹനത്തിന് വിശ്രമിക്കുമ്പോഴാണ് 8 പവന്റെ സ്വർണ്ണമാല പൊട്ടിച്ചത്. ബംഗളൂരു സ്വദേശിയുടെ മാലയാണ് കാറിനുള്ളിൽ നിന്ന് മോഷ്ടാവ് പൊട്ടിച്ചത്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. പ്രതി മാല മോഷ്ടിക്കുന്നതും ഓടി രക്ഷപ്പെടുന്നതും CCTV ദൃശ്യങ്ങളിൽ കാണാം. സഫാരി നടത്തുന്നതിനിടെ കാറിടിച്ചു മരിച്ചു. 28-ാം മൈലിനും പൈവേലിക്കോണത്തിനും മധ്യേ കാറിടിച്ച് കാൽനടയാത്രക്കാരൻ മരിച്ചു. പേരിക്കോട്ടുകോണം ശ്രീരാഗത്തിൽ പരേതനായ കൃഷ്ണൻ നായരുടെയും ലളിതാമ്മയുടെയും മകൻ K. തുളസീധരനാണ് മരിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ റോഡിൽ വീണ തുളസീധരൻ തൽക്ഷണം മരിച്ചു. ഇടിച്ച കാർ നിർത്താതെ പോയി. അപകടത്തിൽപ്പെട്ടയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകവേ ഡ്രൈവർ കുഴഞ്ഞു വീണ് മരിച്ചു. അപകടത്തിൽപ്പെട്ടയാളെ ഓട്ടോയിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി ഡ്രൈവർ കുഴഞ്ഞു വീണ് മരിച്ചു. പൂഴിക്കുന്ന് കാർത്തിക ഭവനിൽ സജിത് കുമാർ ആണ് മരിച്ചത്. കോളിയക്കോട് ഭാഗത്ത് വെച്ച് സ്കൂട്ടറുകൾ കൂട്ടിയിടിച്ച ഒരു സ്ത്രീക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. സജിത് കുമാർ സ്ത്രീയെ ഓട്ടോയിൽ കയറ്റി ആശുപത്രിയിലേക്ക് പോയി. കിള്ളിപ്പാലത്തിനു സമീപത്തെത്തിയപ്പോൾ സജിത്തിന് തല ചുറ്റുന്നതായി അനുഭവപ്പെട്ടു. പരിക്കേറ്റ സ്ത്രീക്ക് ഒപ്പമുണ്ടായിരുന്ന ആളോട് സജിത് കുമാർ ഇക്കാര്യം പറഞ്ഞ ശേഷം ഓട്ടോ ഒരു വശത്തേക്ക് നിർത്തി. ഉടനെ തന്നെ കുഴഞ്ഞു വീണു. പരിക്കേറ്റ സ്ത്രീയെ മറ്റൊരു വാഹനത്തിൽ ആശുപത്രിയിൽ എത്തിച്ചു. കുഴഞ്ഞു വീണ സജിത് കുമാറിനെ ആംബുലൻസിൽ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. ആരുടെയും ദർശനം നിഷേധിക്കില്ല. K. ജയകുമാർ. ട്രെയിനിലെ അതിക്രമം. അർച്ചനയെ രക്ഷിച്ച ചുവന്ന ഷട്ടുകാരനെ കണ്ടെത്തി. പുത്തൂരിൽ 10 മാനുകൾക്ക് നായ്ക്കളുടെ കടിയേറ്റ്. തൃശൂർ പുടിനുമായി ചർച്ച നടത്തി ജയശങ്കർ. ശിവഗിരിയിലേക്ക് ഉൽപ്പന്നങ്ങൾ സമർപ്പിക്കാം. സംസ്ഥാന വോളി കോട്ടയം, പാലക്കാട് സെമി. പോയ വാരത്തിലെ വിശേഷങ്ങൾ അവസാനിച്ചു. ശിവഗിരി HS റേഡിയോ കേൾക്കൂ, സമ്മാനങ്ങൾ നേടൂ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. പോയ വാരത്തിലെ വിജയി ശില്പ 10B. പോയ വാരത്തിലെ ചോദ്യവും ഉത്തരവും. ഡേവിഡ് സെല്ലോയുടെ ഏത് നോവലാണ് ബുക്കർ സമ്മാനത്തിന് അർഹനാക്കിയത്? ഉത്തരം ഫ്ലഷ്. ശിവഗിരി HS റേഡിയോ ആഴ്ചയിലെ ചോദ്യം. റഷ്യൻ പ്രസിഡന്റ് ആര്? ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കേൾക്കാം. ശിവഗിരി HS റേഡിയോ.